സംസ്ഥാനത്ത് ആൻജിയോഗ്രാം ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു. ഇന്നു മുതൽ ഉപകരണ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാർ അറിയിച്ചു. ആഗസ്റ്റ് വരെയുള്ള കുടിശ്ശിക നൽകുമെന്ന ഉറപ്പ് സർക്കാർ പാലിച്ചില്ല എന്ന് വിതരണക്കാർ പറയുന്നു. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കാര്യം നമുക്കറിയാം. കൃത്യമായ ഉപകരണങ്ങളില്ലാതെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഈ വിതരണക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ കുടിശ്ശിക പൂർണ്ണമായും തീർക്കണമെന്നാണല്ലോ. ഇനിയിപ്പോൾ സമരത്തിലേക്ക് ഈ ഉപകരണങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണോ അവരുള്ളത്? അതേ അമൃത, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ആശുപത്രികളിലും ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഉപകരണ വിതരണം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഇപ്പോൾ വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ, അതായത് ഓഗസ്റ്റ് 31 അകം തന്നെ ഈ കുടിശ്ശിക തീർത്തു കൊടുക്കാമെന്നായിരുന്നു സർക്കാർ ഉറപ്പ് നൽകിയിരുന്നത്. ഈ മന്ത്രിയുമായി സംസാരിച്ചപ്പോഴൊക്കെ തന്നെ സംഘടനാ പ്രതിനിധികൾക്ക് ആ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഉറപ്പ് ഇതുവരെ പാലിക്കാത്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഇവർക്ക് പോകാനായത്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥിതി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള നിതീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നമ്മൾ ഓഗസ്റ്റ് മാസം നമ്മളൊരു ലെറ്റർ കൊടുത്തിരുന്നു. ഓഗസ്റ്റ് 31 വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 30 വെയിറ്റ് ചെയ്തു. 1-ാം തീയതി മുതൽ നമ്മൾ എല്ലാവർക്കും ലെറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന്. എത്ര കോടി രൂപ ഇപ്പോൾ ലഭിക്കാനുണ്ട്? നമുക്ക് കേരളത്തിലെ 21 ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാത്ത് ലാബ്സിൽ നിന്ന് നമുക്ക് 160 കോടിയോളം രൂപ നമുക്ക് പെൻഡിംഗ് ആയിട്ട് കിട്ടാനുണ്ട്. മന്ത്രി എന്തായിരുന്നു ഉറപ്പ് നൽകിയത്? അല്ല, നമ്മളന്ന് ചർച്ചയിൽ ഓഗസ്റ്റ് 31 പേയ്മെന്റ് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. നിലവിൽ ഇപ്പം എങ്ങനെയായിരിക്കും ഈ പ്രതിസന്ധി ബാധിക്കുക? പ്രതിസന്ധി ഇപ്പം നമ്മളെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇപ്പം കൺസ്യൂമർ ബേസിലാണ് ബിസിനസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് അവിടെ ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുക ചെയ്യും. നമ്മൾ 1-ാം തീയതി റീപ്ലേസിങ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അവരുടെ എല്ലാ സ്റ്റോക്ക് അവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നത് നമ്മൾ 1-ാം തീയതി മുതൽ സ്റ്റോപ്പ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകാൻ പറ്റും. അത് കേസിന് പോസ്റ്റ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതായാലും ഈ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല. അല്ല, നമുക്ക് കാശ് കിട്ടാതെ നമുക്ക് പാരന്റ് കമ്പനി സ്റ്റോക്ക് കിട്ടില്ല. അപ്പം നമുക്ക് അവർക്ക് ഇപ്പം പേയ്മെന്റ് ഡീൽ ആയി കഴിഞ്ഞാൽ അവരിപ്പം സ്റ്റോക്ക് അയക്കുന്നില്ല. ഈ പേയ്മെന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് അവൈലബിലിറ്റി ഷോർട്ട് വെക്കാം. എത്ര മാസത്തെ കുടിശ്ശിക അങ്ങനെ എന്തെങ്കിലും? നമുക്ക് ഓരോ ഹോസ്പിറ്റലും ഓരോ തരത്തിൽ, എന്നാലും ആവറേജ് ഒരു 18 മാസത്തോളം നമുക്ക് പെൻഡിങ് ഉണ്ട്. 3 മാസമാണ് നമ്മളെ എഗ്രിമെന്റ് പ്രകാരം. ഈ കാത്ത് ലാബ് ടെൻഡറിൽ വരുന്ന 3 മാസമാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 18 മാസത്തിന് മുകളിൽ നമുക്ക് പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ കുടിശ്ശിക തീർക്കാൻ സർക്കാർ ഇത്ര സമയം എടുക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും മന്ത്രി എന്തെങ്കിലും പ്രതിസന്ധി എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് പറഞ്ഞു? അല്ല, അവർ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യും എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ചെയ്യാത്തത്? അങ്ങനെ എന്തെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ചില്ല. നമ്മൾ ഈ ഓഗസ്റ്റ് മാസം തന്നെ നമ്മൾ പേയ്മെന്റ് തന്നിട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആവുന്നതാണ്. എന്നാൽ ഇന്ന് മുതൽ വിതരണം നിർത്തിവെക്കാണ്. സെപ്റ്റംബർ 1 മുതൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് വിതരണക്കാർ പറയുന്നത്. ഇവർക്ക് 160 കോടിയോളം രൂപ ഏതാണ്ട് ലഭിക്കാനുണ്ട്, കുടിശ്ശിക ലഭിക്കാനുണ്ട്. 18 മാസത്തോളം മാസം വരുന്ന കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോക്ക് ഇവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ കുടിശ്ശിക തീർക്കാൻ തയ്യാറായാൽ മാത്രമേ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകൂ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിതരണം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നത് ഈ 31-നകം, ഓഗസ്റ്റ് 31-നകം തന്നെ കുടിശ്ശിക തീർക്കാമെന്നുള്ള ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് കൂടി പാലിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നു മുതൽ സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഇവർ എത്തിയിരിക്കുന്നത്. ഈ ഉറപ്പ് പാലിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇവർക്കും സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോക്കിന് ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. 18 മാസത്തോളം വരുന്ന കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സാമ്പത്തിക പ്രയാസം നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതായാലും സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായും നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു തീരുമാനം ഇവർ എടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ സമരത്തെ സംബന്ധിച്ച് സർക്കാരിന് സൂചന നൽകിയിട്ടുള്ളതാണ്. ഈ 1-ാം തീയതി മുതൽ തന്നെ വിതരണം പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന കാര്യം സർക്കാരിന് രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ചർച്ചയിൽ 31-നകം തീർക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടും അത് നൽകാൻ ഒരു രൂപ പോലും ഇതുവരെ ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ വിതരണം നിർത്തിവെക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഇവർക്ക് മുന്നിലില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതെന്ന് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും സർക്കാർ ആശുപത്രികളിലെ ഈ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം വിതരണം പൂർണ്ണമായി നിർത്തിവെക്കും. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോക്കും ഒരുപക്ഷെ ഈ സ്റ്റോക്ക് ഉള്ള കാരണം ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകാനാകും. അത് കഴിഞ്ഞാൽ ഈ കുടിശ്ശിക തീർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയില്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായും നിലക്കുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക. അമൃത.
അതെ, വിതരണക്കാരുടെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 18 മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ 160 കോടിയോളം വരും. അപ്പോൾ അവർ എങ്ങനെ ഇത് വിൽക്കും, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾക്ക് എങ്ങനെ ഉപകരണം നൽകുമെന്നുള്ളൊരു ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്നത് നമുക്കറിയാം ഈ സർക്കാർ ആശുപത്രികളെ തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളില്ലാതെ ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള ശസ്ത്രക്രിയകൾ വൈകുക, അല്ലെങ്കിൽ നിർത്തേണ്ടി വരിക, നടക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സർക്കാർ ഇടപെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.